പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സകലത്തിൻ്റെ സൃഷ്ടാവായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ അരൂപിയാൽ നടത്തുമാറാകണമേ. ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷകനായ ഈശോപ്പ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈശോപ്പ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചു. ഈ പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ അവിടെ നിന്ന് വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് സംരക്ഷണം തന്ന് നടത്തിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമം നനയ്ക്കുവാനും അങ്ങേ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുവാനും തരുന്ന ആ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ളവരും ദൈവമക്കളായിരിക്കുന്ന ഓരോ മക്കളും പോകുന്ന പാതകൾക്ക് പ്രകാശമായും പാദങ്ങൾക്ക് വിളക്കായും കൂടെ ആയിരിക്കണമേ നാഥ. ഞങ്ങളെക്കാൾ ഉയർന്നവരെ നോക്കുവാനിടയാക്കാതെ എളിയവരിൽ അവിടുത്തെ മുഖം ഓർത്ത് കഴിവുള്ള വിധത്തിൽ സഹായിപ്പാൻ ശാരീരികമായും മാനസികമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നവരോടും കാണുന്നവരോടും ഞാനൊരു കാര്യം പറയട്ടെ. നാളെ വെള്ളിയാഴ്ച, നാളെ 8-10 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യും. കരുണക്കൊന്തയാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. എത്ര തവണ ചൊല്ലി പ്രാർത്ഥിക്കാം എന്നറിയത്തില്ല. ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി കരുണയുടെ കൊന്ത 5 തവണയാണ് ചൊല്ലേണ്ടത്. ഞാൻ ഈശോയുടെ സന്നിധിയിലിരുന്ന് എന്നോട് പ്രാർത്ഥന ചോദിച്ചവരെയും എന്നെ കേൾക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഈശോയെ കൂടുതൽ അറിയുന്ന മക്കളെയും എല്ലാ ആവശ്യങ്ങളും ഈശോയോട് ചൊല്ലുകയും പറയുകയും ചെയ്യും. പങ്കെടുക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ, ഈ 3 മണി സമയം ഏക മനസ്സോടെ ഇത് കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യണം. നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ വിശ്വാസം ദൈവം കാണുന്നു. അതുപോലെ ചൊവ്വാഴ്ചയും 7-8 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓരോ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഏക മനസ്സോടുകൂടി മടി കൂടാതെ നമുക്ക് ഈശോയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് വചനമെടുത്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായമാണ് കിട്ടിയത്. 24 മുതലുള്ള വാക്കുകൾ വായിച്ചു. ഇതിൽ തോമസിൻ്റെ സംശയത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ തോമസ് മാത്രം ഇല്ലായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ തോമസ് വന്നപ്പോൾ പറയുന്നുണ്ട്, കർത്താവ് വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുന്നത്, ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കില്ല, കർത്താവിൻ്റെ പാർശ്വത്തിൽ കൈവച്ചല്ലാതെ വിശ്വസിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത്, തോമസ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈശോയെ നേരിട്ട് കണ്ടിട്ടില്ല. അതിനാൽ നമ്മുടെ മനക്കണ്ണുകൊണ്ട് ഈശോയെ വിശ്വാസത്തോടു കൂടി കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.